ചില പൂർവ്വജന്മത്തിൽ മരിച്ചുപോയ ആളുകളുടെ കേസുകളൊക്കെ തെളിയിക്കുന്നു. അയാൾ കടം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അയാളെ ഒരാൾ വെടിവെച്ച് കൊല്ലുന്നു. വേറൊരു സ്ഥലത്തുള്ള ഒരു കുട്ടി പറയുന്നു, ഞാൻ കഴിഞ്ഞ ജന്മത്തിൽ ഷോപ്പ് കീപ്പറായിരുന്നു, എന്നെ ഇന്നയാൾ വെടിവെച്ച് വന്നതാണ്. കൊണ്ടുവന്നപ്പോൾ കുട്ടിയെല്ലാം കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ഇന്നല്ല എന്നെ വെടിവെച്ച് വന്നത് ഇന്ന ആളാണെന്ന് പേരും ഡീറ്റെയിൽസൊക്കെ പറയുന്നു. ഇതറിഞ്ഞ് പോലീസ് എന്നെ അയാളെ ചോദ്യം ചെയ്തപ്പോൾ അയാൾ സമ്മതിച്ചു. ഈ കൂടുതലും ആക്സിഡൻ്റൽ ഡെത്താണ്. ഈ കഴിഞ്ഞ ജന്മം എന്ന് പറയുന്ന അയാൾ മരിക്കുന്നതിന് മുമ്പാണ് ഈ പുനർജന്മം എന്ന് പറഞ്ഞ കുട്ടി ജനിച്ചിരിക്കുന്നത്. ഇപ്പം താങ്കൾക്ക് പുനർജന്മമൊന്നും പൂർവ്വജന്മമൊന്നും ഓർമ്മയില്ല. ഇപ്പം അടുത്ത വർഷം ബൈ ചാൻസ് താങ്കളുടെ മെൻ്റൽ വൈബ്രേഷൻസ് പണ്ട് ജീവിച്ചിരുന്ന ഒരാളുടെ മെൻ്റൽ വൈബ്രേഷൻ കോംപ്ലക്സ് പോലെ വരികയാണെങ്കിൽ ഈ സ്പിരിച്വലി ഹൈ ആയിട്ടുള്ളവർ ഇങ്ങനെയുള്ളതൊന്നും സാധാരണ സ്വയം എൻകറേജ് ചെയ്യാറില്ല. അതുകൊണ്ടാണ് ഈ ഇത്തരത്തിലുള്ള പുനർജന്മങ്ങളാണ് എന്ന് നമ്മൾ ഇവരെ പറ്റി പറയുന്നത്. അത് ഈ ക്വാണ്ടം എഫക്റ്റ് പോലെ വർക്ക് ചെയ്യുന്നതാണ്. ക്വാണ്ടം എഫക്റ്റ് എന്നുള്ള ഒരു വാക്ക് ഇവിടെ ആപ്ലിക്കബിൾ ആണോ എന്ന് എനിക്കറിയാം. റെസണൻസ് പണ്ടേ ഫിസിക്സിൽ അറിയപ്പെട്ടതാണ്. അപ്പോൾ നമ്മൾ പാരാസൈക്കോളജിയിൽ പറയുന്ന ഒരു കാര്യം, ഏതെങ്കിലും ഒരു എമോഷണൽ സ്ട്രെസ്സിൽ വരുമ്പോൾ അത് ഉത്കടമായിരിക്കണം. ചിലപ്പോൾ ESP കൂടെ വർക്ക് ചെയ്യും. ESP എന്ന് പറയുമ്പോൾ എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ. അതായത് പെൺകുട്ടി യഥാർത്ഥത്തിൽ അപ്പൂപ്പനെ കണ്ടിട്ടില്ലെങ്കിലും അപ്പൂപ്പൻ അറിയാവുന്ന കുറേ സംഗതികൾ പുള്ളിയിൽ കൂടെ വന്നെന്ന് വരാം. ഇതിപ്പോൾ അപ്പൂപ്പൻ്റെ അച്ഛൻ്റെ പേര് ചോദിക്കുകയാണെങ്കിൽ ചിലപ്പോൾ കറക്റ്റായിട്ട് പറഞ്ഞെന്ന് വരാം. അത് പെൺകുട്ടി ഒരിക്കലും അറിഞ്ഞതാകണമെന്നില്ല. അത് പെൺകുട്ടിയുടെ ദേഹത്ത് യഥാർത്ഥത്തിൽ അപ്പൂപ്പൻ കയറിയതല്ല, നേരെ മറിച്ച് പെൺകുട്ടി എമോഷണലി സ്ട്രെസ്ഡ് ആയതുകൊണ്ട് ESP വഴി അപ്പൂപ്പൻ്റെ മൈൻഡിൽ നിന്ന് കുറേ ഇൻഫർമേഷൻ എടുത്തതാകാം. ആ എക്സ്പ്ലനേഷനാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് ഇൻഫർമേഷൻസ് മരിച്ചുപോയ ആളിൽ നിന്നും നമുക്ക് എടുക്കാൻ കഴിയുമോ? നമുക്ക് സാധാരണഗതിയിൽ പറ്റത്തില്ല. നമ്മളൊരു ഓൾട്ടേർഡ് സ്റ്റേറ്റിൽ പോവുകയാണെങ്കിൽ ചിലപ്പോൾ നടന്നെന്ന് വരാം. അതുകൊണ്ടാണ് ഈ ചില പൂർവ്വജന്മത്തിൽ മരിച്ചുപോയ ആളുകളുടെ കേസുകളൊക്കെ തെളിയിക്കുന്നത്. അതായത് ചെറിയ ആർട്ടിക്കിളൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. മരണശേഷം ഒരു കുഞ്ഞ് മറ്റൊരു സ്ഥലത്ത് ജനിക്കുന്നു, പിന്നീട് ആ മരണം നടന്നത് ഇങ്ങനെയാണ് എന്ന് ആ കുട്ടി പിന്നീട് എന്ന് പറയുന്നതും അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അത് ആ ഒരു സ്റ്റേറ്റുമായിട്ട് അല്ലെങ്കിൽ ആ ഒരു സോളുമായിട്ട് കണക്റ്റ് ആകുന്നതാണോ? സോളെന്ന് പറയുന്നതിലും നല്ലത് മരിച്ചുപോയ ആളുടെ മെമ്മറി ആക്സസ് ചെയ്യുന്നതാണ്. ആ വാക്കാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ ഇത്തരത്തിലുള്ള പുനർജന്മങ്ങളാണ് എന്ന് നമ്മൾ ഇവരെ പറ്റി പറയുന്നത്. അപ്പം നമ്മൾ ചിലപ്പോൾ വിശ്വസിച്ച് പോകും. കാരണം അവരൊരു പുനർജന്മമായിട്ട് ജനിച്ചു വരുന്ന കുട്ടി പണ്ട് എവിടെയോ ആ കുട്ടിക്ക് പോലും അറിയാത്ത, അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിന് പോലും അറിയാത്ത മറ്റൊരു വീട്ടിൽ നടന്ന ഒരു കൊലപാതകമാകാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇൻസിഡൻറ്റിനെ പറ്റി ആ കുട്ടി പറയുന്നു. അത് എങ്ങനെയാണ് സാധ്യമാകുന്നത് എന്നൊരു സാധാരണപ്പെട്ട ഒരാൾ എന്ന നിലയിൽ നമുക്കൊരു സംശയമില്ലേ? കാരണം ഇവരുമായിട്ടൊരു ബന്ധവുമില്ല, ഒരുപാട് ദൂരെയാണ്, ഇവിടെ കുടുംബമായിട്ടും ബന്ധമില്ല. അതുപോലത്തെ 2000-ൽ പരം കേസുകളുണ്ട് പാരാസൈക്കോളജി ജേർണലിൽ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, ഈ കൂടുതലും ആക്സിഡൻ്റൽ ഡെത്താണ്. അത് ഒന്ന്. രണ്ട്, കുറേ കേസുകൾ ഈ കഴിഞ്ഞ ജന്മം എന്ന് പറയുന്ന അയാൾ മരിക്കുന്നതിന് മുമ്പാണ് ഈ പുനർജന്മം എന്ന് പറഞ്ഞ കുട്ടി ജനിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യയിൽ അടുത്ത കാലത്ത് റിപ്പോർട്ട് ചെയ്ത ഒരു കേസുണ്ട്. അത് മീഡിയയിലൊക്കെ ഉണ്ടാ കേസ്. അതായത് അയാൾ കടം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അയാളെ ഒരാൾ വെടിവെച്ച് കൊല്ലുന്നു. വെടിവെച്ച് കൊന്ന് കുറേ നാൾ കഴിഞ്ഞപ്പോൾ വേറൊരു സ്ഥലത്തുള്ള ഒരു കുട്ടി പറയുന്നു, ഞാൻ കഴിഞ്ഞ ജന്മത്തിൽ ഷോപ്പ് കീപ്പറായിരുന്നു, എന്നെ ഇന്നയാൾ വെടിവെച്ച് വന്നതാണ്. അപ്പോൾ ഈ കുട്ടി അവിടെ കൊണ്ടുവന്നപ്പോൾ കുട്ടിയെല്ലാം കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ഇന്നല്ല എന്നെ വെടിവെച്ച് വന്നത് ഇന്ന ആളാണെന്ന് പേരും ഡീറ്റെയിൽസൊക്കെ പറയുന്നു. ഇതറിഞ്ഞ് പോലീസ് എന്നെ അയാളെ ചോദ്യം ചെയ്തപ്പോൾ അയാൾ സമ്മതിച്ചു, ഞാനാണ് അയാളെ വെടിവെച്ച് വന്നത്. പോലീസ് കേസെടുത്ത് അയാളെ പണിഷ് ചെയ്യുകയും ചെയ്തു. പക്ഷേ ഇതിലൊരു കുഴപ്പമുള്ളത്, ഈ പഴയ ഷോപ്പ് കീപ്പർ മരിക്കുന്നതിന് മുമ്പാണ് ഈ കുട്ടിയെ അമ്മ ഗർഭം ധരിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ കുട്ടി സാധാരണ നമ്മുടെ ഒരു ബയോളജിക്കൽ അണ്ടർസ്റ്റാൻഡിങ് അനുസരിച്ച് ഒരാളെ ഗർഭം ധരിക്കുമ്പോഴേ ആ ജീവൻ അവിടെ ഉണ്ട്. ജീവൻ്റെ എല്ലാ പ്രത്യേകതകളും ഫീറ്റസിലുണ്ട്.
അപ്പോൾ മരിക്കുന്നതിന് മുമ്പേ തന്നെ ഇയാൾ ജനിച്ചിരിക്കും. അപ്പോൾ പിന്നെ ഇയാളുടെ പുനർജന്മമാണെന്ന് പറയാൻ ഒക്കത്തില്ല. അപ്പോൾ പിന്നെ ഇതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുമെന്ന് ചോദിച്ചാൽ നമ്മൾ സാധാരണ പറയാറുള്ളത് ഈ നമ്മളുടെ മനസ്സിന് ഒരുപാട് പാർട്സ് ഉണ്ടെന്ന് വിചാരിക്കും. അതൊക്കെ വൈബ്രേഷൻസാണ് എന്ന് വിചാരിക്കും. അപ്പോൾ ഈ കുട്ടിയുടെ വൈബ്രേഷൻ മറ്റേ മരിച്ച ആളുടെ വൈബ്രേഷൻ പോലെ വന്നു. അത് യാദൃശ്യമായിരിക്കും. ലോകത്ത് 10,000-കണക്കിന് കുട്ടികൾ ഓരോ സെക്കൻഡിലും ജനിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഈ കുട്ടിയുടെ മെൻ്റൽ വൈബ്രേഷൻ മറ്റേ മരിച്ച ആളുടെ പോലെ വൈബ്രേഷൻ ഉള്ളതുകൊണ്ട് ബൈ റെസണൻസ് ഈ കുട്ടിക്ക് മറ്റേ ആളുടെ മെമ്മറി ഓട്ടോമാറ്റിക്കായിട്ട് അക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ കുട്ടി വിചാരിക്കും ഞാൻ കഴിഞ്ഞ ജന്മത്തിൽ മറ്റേ ആളായിരുന്നു, ആ മെമ്മറിയൊക്കെ ഉള്ളതുകൊണ്ട്. അതാണ് നമ്മുടെ എക്സ്പ്ലനേഷൻ. അല്ലാതെ അയാളുടെ സോൾ ഇവിടെ വന്ന് ജനിച്ചതല്ല. ഈ വൈബ്രേഷനെ തന്നെ നമുക്ക് ഒരു ആത്മാവായിട്ട് നമുക്ക് ചിത്രീകരിച്ചുകൂടെ? അപ്പം അതിൻ്റെ ഒരു കുഴപ്പം എന്തെന്ന് പറഞ്ഞാൽ ഇപ്പോൾ താങ്കളുടെ മെൻ്റൽ വൈബ്രേഷൻ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പോൾ താങ്കൾക്ക് പുനർജന്മമൊന്നും പൂർവ്വജന്മമൊന്നും ഓർമ്മയില്ല. ഇപ്പം അടുത്ത വർഷം ബൈ ചാൻസ് താങ്കളുടെ മെൻ്റൽ വൈബ്രേഷൻസ് പണ്ട് ജീവിച്ചിരുന്ന ഒരാളുടെ മെൻ്റൽ വൈബ്രേഷൻ കോംപ്ലക്സ് പോലെ വരികയാണെങ്കിൽ അപ്പോൾ താങ്കൾക്ക് അയാളുടെ മെമ്മറിയൊക്കെ കിട്ടിയെന്ന് വരും. താങ്കൾ ജനിക്കുമ്പോൾ ഒന്നും കിട്ടണമെന്നില്ല. ബൈ ചാൻസ് താങ്കളുടെ മെൻ്റൽ വൈബ്രേഷൻ അതുപോലെ വരുമ്പോഴാണ് റെസൊണൻസ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ താങ്കൾക്ക് 26 വയസ്സ് വരെ ഒരാളുടെ മെമ്മറി ഇല്ല. 27-ാമത്തെ വയസ്സിലാണ് പെട്ടെന്ന് വേറൊരാളുടെ മെമ്മറി വരുന്നത്. അപ്പോൾ പിന്നെ താങ്കൾ അയാളുടെ പുനർജന്മമാണെന്ന് പറയുന്നതിലും എല്ലാ അർത്ഥമുണ്ട്? ഇല്ല. അങ്ങനത്തെ കേസുകളുമുണ്ട്. ഈ പലരും ഒരു പ്രത്യേക പ്രായം എത്തുമ്പോൾ അവരുടെ പേഴ്സണാലിറ്റി മൊത്തം ചേഞ്ച് ചെയ്ത് അവർക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരാളുടെ മെമ്മറിയൊക്കെ കിട്ടിയത് പോലെയുള്ള കേസുകളുണ്ട്. അപ്പോൾ അയാൾ വേറെ ആളിനെ പോലെ പെരുമാറാൻ തുടങ്ങും. അത് ആ റെസണൻസ് എഫക്റ്റും ഉണ്ട്, മറ്റേ ആളുടെ എക്സ്പീരിയൻസും സ്കിൽസും എല്ലാം ഇയാൾക്ക് വരുന്നതുകൊണ്ടാണ്. പക്ഷേ ഈ റെഫറൻസ് ആണെങ്കിലും എഫക്റ്റ് ആണെങ്കിലും ഇതെങ്ങനെ നമ്മളിലേക്ക് നമുക്ക് ആക്സസ് ചെയ്യാൻ കഴിയുന്നു എന്നൊരു ചോദ്യമില്ലേ? അത് നമ്മൾ ബോധപൂർവ്വം ആക്സസ് ചെയ്യുന്നതല്ല, സ്വയം സംഭവിക്കുന്നതാണ്. ഇതിപ്പോൾ 2 വീണകളുടെ കമ്പി ഒരേപോലെ ട്യൂൺ ചെയ്യുക, എന്നിട്ട് ഒന്ന് നമ്മൾ ശബ്ദം ഉണ്ടാക്കിയാൽ മറ്റേത് ഓട്ടോമാറ്റിക്കായിട്ട് അതിൽ നിന്ന് സൗണ്ട് കേൾക്കും. അതിനാണ് റെസണൻസ് എന്ന് പറയുന്നത്. അത് ഈ ക്വാണ്ടം എഫക്റ്റ് പോലെ വർക്ക് ചെയ്യുന്നതാണ്. ആ ക്വാണ്ടം എഫക്റ്റ് എന്നുള്ള ഒരു വാക്ക് ഇവിടെ ആപ്ലിക്കബിൾ ആണോ എന്ന് എനിക്കറിയാം. റെസണൻസ് പണ്ടേ ഫിസിക്സിൽ അറിയപ്പെട്ടതാണ്. അതായത് ഞാൻ ഈ ഇത്തരത്തിലുള്ള ഹീലർമാർ പറയുന്നതാണ് പലപ്പോഴും. അതായത് അവരവിടെ ഇരുന്ന് ഹീല് ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആ ഒരു വൈബ്രേഷൻ 2 സ്ഥലത്തും ഏകദേശം ഒന്നാക്കി അവിടെ നിന്ന് ഹീൽ ചെയ്യുമ്പോൾ ഇവിടെയും വർക്കാവും എന്ന് പറയുന്നത്. അത് ഡിസ്റ്റൻസ് ഹീലിംഗ് എന്ന് എല്ലാവരും പറയുന്നുണ്ട്. ഇപ്പോൾ പ്രാണിക് ഹീലിങ്ങും എനർജി ഹീലിംഗ് പ്രാക്ടീസ് ചെയ്യുന്ന പലരും ഡിസ്റ്റൻറ്റ് ഹീലിംഗ് പ്രാക്ടീസ് ചെയ്യാറുണ്ട്. പക്ഷേ ഇത് എത്രമാത്രം സജഷൻ്റെ എഫക്റ്റാണ്, എത്രമാത്രം കോയിൻസിഡൻസ് ആണെന്ന് നമുക്കറിയാൻ വയ്യ. ഇപ്പോൾ എനിക്കൊരു പൂജാരിയെ നല്ല പരിചയമുണ്ട്. ഇദ്ദേഹം ആളുകൾക്ക് വേണ്ടി പൂജ ചെയ്യും. ആളുകൾ വന്ന് പ്രശ്നം പറയും, ഇയാൾ പൈസ വാങ്ങിക്കും. ഇയാൾ വളരെ ആത്മാർത്ഥമായിട്ട് അവരാവശ്യപ്പെടുന്ന പൂജയൊക്കെ ചെയ്യും. അപ്പോൾ ഇതുകൊണ്ട് ആളുകൾക്കൊക്കെ ബെനിഫിറ്റ് കിട്ടുന്നു എന്നാണ് ഇയാളുടെ വിശ്വാസം. അപ്പോൾ ഇയാളിൽ വിശ്വാസമുള്ള പലരും ഇത് വിശ്വസിക്കുകയും ചെയ്യും. പക്ഷെ ഒരു ദിവസം ഇയാൾ എന്നോട് പറഞ്ഞു, ഇതുപോലെ ഒരാൾ ഒരു ഗുരുതരമായ പ്രശ്നം ഉണ്ടായി. അയാൾ വന്ന് പറഞ്ഞു ഇത് ഇന്ന പൂജ ചെയ്യണം. ഇയാൾ ശരി പൂജ ചെയ്യാമെന്ന് പറഞ്ഞ് എൻ്റെ കാശും വാങ്ങിച്ചു. പക്ഷേ ഇയാൾ സുഖമില്ലാതെ കിടപ്പില്ല, ഇയാൾക്ക് പൂജ ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവിടുന്ന് ഫോൺ ചെയ്തു നന്ദി പറയാൻ, താങ്കളുടെ പൂജ ഫലിച്ചു, എൻ്റെ പ്രശ്നം വളരെ മിറാക്കുലസ് ആയിട്ട് സോൾവായി. പക്ഷേ ഇയാൾ വാസ്തവത്തിൽ പൂജ ചെയ്തില്ല, ഇയാൾ അസുഖമായതുകൊണ്ട്. അപ്പോൾ മറ്റേ ആളുടെ വിശ്വാസമാണ് ഇയാൾ പൂജ ചെയ്യും, പൂജ ചെയ്താൽ ഫലം കിട്ടും, അതുകൊണ്ട് ആ വിശ്വാസം കൊണ്ടായിരിക്കും അയാളുടെ പ്രശ്നം മാറിയത് എന്ന് പറയുന്ന പോലെ ഈ ഡിസ്റ്റൻറ്റ് ഹീലിങ്ങിൽ എത്രമാത്രം ഈ ഹീലിംഗ് കൊണ്ടാണ്, എത്രമാത്രം കോയിൻസിഡൻസാണ്, അത് എത്രമാത്രം വിശ്വാസം കൊണ്ട് നടക്കുന്നതാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ ഒക്കത്തില്ല. ഇത് പറ്റിക്കലാണോ ഈ ഹീലിംഗ് എന്ന് പറയുന്നത്? മനഃപൂർവ്വം പറ്റിക്കുന്നവരുണ്ട്, സ്വയം വിശ്വസിച്ച് ചെയ്യുന്നവരുണ്ട്.
പക്ഷെ അവർക്ക് എന്തുകൊണ്ടാണ് ഇപ്പം ഡിസ്റ്റന്റ് ആയിട്ട് ഒരാൾ ഹീൽ ചെയ്യുമ്പോൾ അവർക്കൊരു വൈബ്രേഷൻ അനുഭവപ്പെടുന്നത്? അതൊക്കെ അവരുടെ തോന്നലായിരിക്കും. ഇപ്പം എനിക്ക് വേണ്ടി ഒരാൾ ഡിസ്റ്റൻറ്റ് ഹീലിംഗ് ചെയ്യുന്നു, അപ്പോൾ എനിക്ക് വൈബ്രേഷൻ വരുമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നാൽ വരും. അയാളൊന്നും ചെയ്തില്ലെങ്കിലും വന്നെന്ന്. ഇത് സെൻസിറ്റീവ് ആയതുകൊണ്ടാണോ ഇത്തരത്തിലുള്ള വൈബ്രേഷൻസ് അനുഭവിക്കാൻ കഴിയുന്നത്? ഇത് എല്ലാവർക്കും കഴിയത്തില്ല, പക്ഷെ ചില ആളുകൾക്ക് അത് അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. അതെ, ചില ഹൈലി സൈക്കിക് ആയിട്ടുള്ളവർക്ക് ഇങ്ങനെയുള്ളതൊക്കെ സെൻസ് ചെയ്യാൻ പറ്റിയെന്ന് വരും. ബാക്കിയുള്ളവരുടെ കേസിൽ ഇത് കൂടുതലും ഇമാജിനേഷനോ സജഷൻ്റെ എഫക്റ്റോ ഒക്കെ ആയിരുന്നു. പക്ഷെ സ്പിരിച്വലി ഹൈ ആയിട്ട് നിൽക്കുന്ന ആളുകൾക്ക് കൂടുതലും ഇത്തരത്തിലുള്ള സൈക്കിക് ആയിട്ട് മാറുന്നത് അതെന്തുകൊണ്ടാണ്? ഈ സ്പിരിച്വലി ഹൈ ആയിട്ടുള്ളവർ ഇങ്ങനെയുള്ളതൊന്നും സാധാരണ സ്വയം എൻകറേജ് ചെയ്യാറില്ല. അവർ ഇങ്ങനെയുള്ളതൊന്നും പ്രയോഗിക്കാറില്ല.